അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് A4 ഷീറ്റിൽ എങ്ങനെ പോളറോയിഡ്സ് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വേണ്ടത് ക്യാൻവ എന്നുള്ള ആപ്പാണ്. അപ്പോൾ ക്യാൻവ എന്നുള്ള ആപ്പാണ് ഓപ്പൺ ആക്കുക. അപ്പോൾ ഇങ്ങോട്ട് A4 ഡോക്യുമെൻ്റ് എന്നോ A4 ടെംപ്ലേറ്റ് എന്നോ സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു A4 ബ്ലാങ്ക് ഡോക്യുമെൻ്റ് കിട്ടും. നമുക്ക് അതിൽ പോയി ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾ താഴെ എലമെൻറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ പോളറോയിഡ് ഫ്രെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഗ്രാഫിക്സിലായാലും ഫ്രെയിംസിലായാലും ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. എനിക്കിഷ്ടപ്പെട്ടൊരു ഫ്രെയിം ഞാൻ സെലക്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രെയിം സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ഫ്രെയിമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ ഒരു സൈസിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിലേക്ക് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ കോപ്പി ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതാണ് കുറച്ചുകൂടെ നല്ല മെത്തേഡാണെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ ചെയ്യാം. ഞാനിതിങ്ങനെ കോപ്പി ചെയ്തിട്ടാണ് വെക്കുന്നത്. അതിനുശേഷം സെലക്ട് മൾട്ടിപ്പിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാ ഫ്രെയിംസും ഒരുപോലെ സെലക്ട് ആയിട്ട് കിട്ടും. എല്ലാം സെൻറ്ററിലായിട്ട് വെക്കുക എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ ഞാൻ ഈ ബ്ലൂ ലൈനിൽ ഉള്ള എഡ്ജിലുള്ള വൈറ്റ് പോയിൻ്റ് വെച്ച് വലിച്ചിട്ട് ഏകദേശം സെൻറ്ററിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഫോട്ടോസാണ് വേണ്ടത് ആ ഫോട്ടോസ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. ജസ്റ്റ് അതിൻ്റെ ഫ്രണ്ടിൽ വെക്കുമ്പോൾ തന്നെ അതിലോട്ട് ആയിക്കോളും. ഞാൻ ഇതുപോലൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസൊക്കെ നമുക്ക് ഏതാണോ വേണ്ടത് ആ ഫോട്ടോസൊക്കെ ഇതുപോലെ ആഡ് ടു പേജ് കൊടുത്താൽ നമ്മളെ പേജിലേക്ക് വന്നോളും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാണ് വേണ്ടത്. ഇതൊക്കെ ഞാൻ ഒരു ഫോട്ടോ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോസൊക്കെ ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ സൈസൊക്കെ കറക്റ്റാക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ സേവ് ചെയ്യാനൊരു ഓപ്ഷൻ കാണും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫോട്ടോസ് ഡയറക്റ്റായിട്ട് ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ടാകും. അപ്പോൾ അത്രേ ഉള്ളൂ. ഇങ്ങനത്തെ യൂസ്ഫുൾ വീഡിയോസൊക്കെ വീണ്ടും കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.